ഓ മകത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. വൃത്തിയില്ലാത്ത അടുക്കള ഉള്ള ഇടങ്ങളിൽ രോഗവും ദാരിദ്ര്യവും വരും എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് നമുക്കൊന്ന് അസ്ട്രോളജിക്കലി ഡീകോഡ് ചെയ്ത് നോക്കാം. അടുക്കള മുന്നേ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുക്കള, ഒരു വീട്ടിൽ അടുക്കള അഗ്നി പുകയുന്ന ഇടം കുജന്റെ സ്ഥാനമാണ്, ചൊവ്വയുടെ സ്ഥാനമാണ്. ഇതിന്റെ പ്രമാണങ്ങളൊക്കെ അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ അടുക്കള ചൊവ്വയുടെ സ്ഥാനം മാത്രമാണോ? അല്ല, അടുക്കളയിൽ പല ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അടുക്കളയാണ് വീടിന്റെ മൊത്തം ഐശ്വര്യം എന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അടുക്കളയിലായിരുന്നു അടുക്കി വെക്കുന്ന അള എന്ന് പറഞ്ഞാൽ മുറി, അടുക്കി വെക്കുന്ന ഇടം, എന്തെല്ലാം കഴിക്കുവാനുള്ള ആഹാര സാധനങ്ങൾ, അത് പാകം ചെയ്യാനുള്ള വസ്തുക്കൾ, പാകം ചെയ്യാനുള്ള അഗ്നിസ്ഥാനം ചൊവ്വ, ആഹാര സാധനങ്ങൾ, കുക്ക് ചെയ്യാനുള്ള ആഹാര സാധനങ്ങൾ, അരി മുതലായിട്ടുള്ള ധാന്യങ്ങൾ ചന്ദ്രൻ, ഗോതമ്പ് മുതലായിട്ടുള്ളത് സൂര്യൻ, പച്ചക്കറി മുതലായ സാധനങ്ങള് ബുധൻ, പഴങ്ങൾ മുതലായിട്ടുള്ളത് വ്യാഴം, പാല് മുതലായിട്ടുള്ളത് ശുക്രൻ. ഇങ്ങനെ പിന്നെ ചില പ്രത്യേക തരത്തിലുള്ള സ്പൈസസ്, അതൊക്കെ രാഹു. അത് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, ഇരുമ്പിന്റെ വസ്തുക്കളൊക്കെ ശനി. ഇങ്ങനെ വീട്ടില് മറ്റിടങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഗ്രഹകാരകത്വം കാണാം അടുക്കളയിൽ. അപ്പൊ അടുക്കള ക്ലീൻ അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണോ അൺക്ലീൻ ആയിരിക്കുന്ന ആ തരത്തിലുള്ള കുഴപ്പമായിരിക്കും ബാധിക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അൺക്ലീൻ ആയിരിക്കും. അൺക്ലീൻ എന്ന് പറഞ്ഞാൽ ഗുളികൻ, മാന്തിയായിട്ട് കണക്ഷൻ വന്നു, ചന്ദ്രൻ പ്ലസ് മാന്തി അവസ്ഥ വരും. അപ്പൊ ബാക്കി ഗ്രഹങ്ങള് സൂര്യൻ പ്ലസ് മാന്തി, പച്ചക്കറിയൊക്കെ ചീഞ്ഞ് പുഴുത്തിരിക്കുകയാണെങ്കിൽ ബുധൻ പ്ലസ് മാന്തി, പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവന്ന് ചീഞ്ഞ് പുഴുത്ത് മണം വന്നിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ വേഴം മാന്തി, പാല് ഒക്കെ കൃത്യമായിട്ട് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കൃത്യമല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ശുക്രൻ പ്ലസ് മാന്തി, സ്പൈസസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമല്ലെങ്കിൽ രാഹു മാന്തി, പാത്രങ്ങളൊന്നും വൃത്തിയല്ലാതിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇരുമ്പ് പാത്രങ്ങളൊക്കെ ശനി പ്ലസ് മാന്തി, ശനി പ്ലസ് ശനിപുത്രൻ. ഇനി കുക്ക് ചെയ്യുന്ന സ്ഥലം ക്ലീൻ അല്ലെങ്കിൽ ഗുളികൻ പ്ലസ് ചൊവ്വ. ഈ എല്ലാ കാരകത്വം പ്രശ്നമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഡീകോഡ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞാൽ, പ്രശ്നം വെക്കുന്ന സമയത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഓരോ വീഡിയോയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ ചൊവ്വ പ്ലസ് മാന്തി കണ്ടു കഴിഞ്ഞാൽ അസുഖമായിട്ട് വേണമെങ്കിൽ പറയാം അടുക്കളയിൽ അഗ്നിസ്ഥാനം മലിനമാണ് കേട്ടോ. ചന്ദ്രൻ പ്ലസ് മാന്തി പറയാ അസുഖമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ക്ലീൻ അല്ല സൂക്ഷിക്കേണ്ടത്, കുടിക്കുന്ന വെള്ളം മലിനമാണ് കേട്ടോ, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ആ വ്യക്തി മലിനമാണ് കേട്ടോ എന്നൊക്കെ പറയാം. സൂര്യൻ മാന്തി വരികയാണെങ്കിൽ അപ്പൊ സൂര്യന്റെ ഇടം കോർത്തിണക്കി കൊണ്ട് പറയാം. ബുധനാണെങ്കിൽ മാന്തി വരാൻ, പച്ചക്കറി ചീഞ്ഞെന്ന് മാത്രമല്ല, ഇതൊക്കെ കോർത്തിണക്കി ആ സമയത്ത് മറ്റുള്ള ഗ്രഹങ്ങളുടെ ബലാബലം കൂടി നിശ്ചയിച്ച് നമുക്ക് ഡയറക്റ്റ്ലി അവർ വരുമ്പോൾ അങ്ങനെ പറയാം ശരിയാവുകയും ചെയ്യും, സാധ്യത കൂടും. കാരണം ഇതാണ് ഒരു സയന്റിഫിക് മെത്തേഡ് ഓഫ് ഡീകോഡിങ് അസ്ട്രോളജി. അപ്പോ ഒരു വീട്ടില് അഗ്നിസ്ഥാനം ക്ലീൻ അല്ല, അടുപ്പൊക്കെ മഹാവൃത്തികേടായിട്ട് കിടക്കണ കാണാനായിട്ട് സാധിക്കും. ഈ കഴുകിക്കളയുന്ന സ്ഥലം ഉണ്ടല്ലോ, സിങ്ക്, അത് ശനിയുടെ സ്ഥാനമാണ്. പ്രത്യേകിച്ച് ഷിത്യുത്കരാത് സുക്രമ എന്ന് പറയുന്ന സിങ്ക് ഒക്കെ അൺക്ലീൻ ആണെങ്കിൽ പെട്ടെന്ന് അസുഖം വരും. ശനി ചന്ദ്രനെ ബാധിക്കും. ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരവും ശനിയും, അതിനെ പുനർപ്പു ദോഷം എന്ന് പറയും. ആ പുനർപ്പു ദോഷം വരും, ഗുളികനുമായിട്ടുള്ള കണക്ഷൻ വരുമ്പോഴത്തേക്കും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് കാര്യം ചെറിയ ഒരു ഇൻഫർമേഷനിലൂടെ മനസ്സിലാക്കണം. പക്ഷെ ചെറിയ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കണ്ട, ദിസ് ഈസ് എ ഗ്രേറ്റ് ഇൻഫർമേഷൻ. യു ക്യാൻ
യൂസ് ഇറ്റ് വെരി ക്ലിയർലി ഈവൻ വിത്തൗട്ട് നോയിങ് ദ പ്രമാണാസ്. ബുധൻ മാന്തി, വ്യാഴം മാന്തി, ബുധൻ മാന്തി, ശുക്രൻ മാന്തി, ഇത് ദാരിദ്ര്യം ഉണ്ടാക്കും. ചന്ദ്രൻ മാന്തി ആണെങ്കിൽ രോഗം ഉണ്ടാക്കും. ശുക്രൻ മാന്തി ആണെങ്കിലേ, ശുക്രൻ മാന്തിയുടെ കേസ് ഞാൻ പറഞ്ഞു. അത് വേറൊരു അവസ്ഥയും കൂടിയുണ്ട്. രാഹു മാന്തി ആണെങ്കിൽ ശരീരത്തില് ത്വക്ക് സംബന്ധമായിട്ടുള്ള ചൊറിച്ചില്, രോഗങ്ങൾ, അസ്വസ്ഥമായ മനസ്സ്, മാനസിക നില ശരിയല്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാക്കും. ശനി മാന്തിയാണെങ്കിൽ മൊത്തം മാലിന്യം, വൃത്തിയായിട്ട് നടക്കാത്ത അവസ്ഥ, എന്ത് കാര്യവും ഡിലേ ആയിട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പൊ അടുക്കളയിലാണ് മഹാലക്ഷ്മി ഇരിക്കുന്നതെന്ന് വേറൊരു തരത്തിൽ വേണമെങ്കിൽ പറയാം. അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മമാരും ഭാര്യമാരും സ്ത്രീകളും ഇനി പുരുഷന്മാരാണെങ്കിൽ കൂടി അവരാണ് ആ വീടിന്റെ ഐശ്വര്യം. അടുക്കള പക്ക ക്ലീൻ ആയിരിക്കണം. പഴയ കാലത്ത് പല കുടുംബങ്ങളിലും പെണ്ണ് ചോദിക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ കാർന്നവന്മാര് ആദ്യം തന്നെ പോയി നോക്കുന്ന രണ്ടിടങ്ങളാണ്. ഒന്ന് അടുക്കളയും, രണ്ട് ടോയ്ലറ്റും. ഈ രണ്ടിടങ്ങൾ ശുദ്ധമാണെങ്കിൽ മാത്രമേ ആ വീട്ടിലുള്ള പെണ്ണിനെ കെട്ടുകൊള്ളായിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാരണം ഈ വക വിഷയങ്ങൾ ആണ്. ഇതൊക്കെ സൈക്കോളജിക്കലി പറഞ്ഞാലും വളരെ ക്ലിയർ ആണ്. വൃത്തിയില്ലാത്തടത്ത് പിന്നെ എന്തുണ്ടാവാനാണ്? അടുക്കള വൃത്തിയല്ലാണ്ടായി സൂക്ഷിക്കുന്ന സ്ഥലത്ത് പിന്നെ എന്തൊരു ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. എപ്പോഴും ലൈഫിൽ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അത് എത്ര ഇടുങ്ങിയ സ്ഥലമായാലും എത്ര ചെറിയ സ്ഥലമായാലും കുറച്ച് സ്ഥലമുള്ളെങ്കിലും ക്ലീൻ ആയിട്ട് നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ ക്രമേണ നിങ്ങളുടെ അവസ്ഥ മാറി, നിങ്ങൾ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ മാറി നിങ്ങൾ വളരാനായിട്ട് തുടങ്ങും. ഇന്നേക്ക് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്തീശ്വരായ നമഃ.